ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കരുനാഗപ്പള്ളി വായനശാല ജംഗ്ഷനിലാണ് കേട്ടോ. ഇവിടെ ഞാൻ ഇന്ന് നിൽക്കുന്ന കാരണം മറ്റൊന്നുമല്ല, ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഒരു മനുഷ്യനുണ്ട്, മിഥുരാജ് എന്ന് പറഞ്ഞൊരു കക്ഷി. ഈ കക്ഷി എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ തന്നെ ജീവിതമാക്കി, ഫുട്ബോളിന് വേണ്ടി ജീവിച്ച് ഫുട്ബോളെന്നും പറഞ്ഞ് നടക്കുന്ന, അല്ലെങ്കിൽ കൊച്ചിയിൽ ചെറുപ്പം മുതൽ തന്നെ ഫുട്ബോളിനെ ഇത്രയും സ്നേഹിച്ച ഒരു മനുഷ്യൻ ഞങ്ങളുടെ ഈ കരുനാഗപ്പള്ളിയിൽ വേറെ ആരും കാണത്തില്ല കേട്ടോ. അത്രത്തോളം ഫുട്ബോളിനെ സ്നേഹിച്ച് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത് ജീവിതമാക്കിക്കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഈ കാണുന്ന സംഭവങ്ങൾ ഇവിടെ ഇത്രയും വലിയൊരു ഫുട്ബോൾ മാമാക്കം തന്നെ സെറ്റ് ചെയ്ത മിഥുരാജ് എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊരു വീഡിയോ കാണാൻ മിസ് ചെയ്യല്ലോ. ഓക്കെ, ഇതാണ് ആ മനുഷ്യൻ, കാൽപന്ത് കളിയെ ജീവന തുല്യം സ്നേഹിച്ച, കാൽപന്ത് കളിക്ക് വേണ്ടി ജീവൻ തന്നെ മാറ്റിവെച്ച, കരുനാഗപ്പള്ളിക്കാരനല്ലാത്ത കരുനാഗപ്പള്ളിയിൽ താമസമാക്കിയ ഞങ്ങളുടെ സ്വന്തം മിഥുരാജ്. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ കരുനാഗപ്പള്ളിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാര്യം ഫുട്ബോളിനെ അത്രയേറെ സ്നേഹിച്ച ഒരു വ്യക്തി നമ്മുടെ ഈ കരുനാഗപ്പള്ളിയിൽ വേറെ കാണില്ല എന്നുള്ളതാണ് സത്യം. കുഞ്ഞുനാൾ നമ്മളൊക്കെ കളിക്കാൻ തുടങ്ങുന്ന സമയത്ത് മുമ്പ് കളിയായില്ല, നമ്മൾ കളിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഇതുമായിട്ട് മുന്നിൽ നടക്കുന്ന വ്യക്തിയാണ്. അന്നോട്ട് കുഞ്ഞുനാളോട്ട് കണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് മിഥുലാൽ. അത് ഫുട്ബോൾ മാത്രമല്ല കേട്ടോ, സ്പോർട്സുമായിട്ട് എന്തൊക്കെ സ്പോർട്സ് പരിപാടികളുണ്ടോ അതിനെല്ലാം മുന്നിലിറങ്ങി ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അത്ര ഭയങ്കര മനസ്സാട്ടോ. സ്പോർട്സ് സ്പിരിറ്റാണ്, ജീവൻ എന്ന് മാത്രം പറഞ്ഞാൽ അതിന് അപ്പുറമാണ്. മിഥുലാൽക്കെന്ന് പറഞ്ഞാൽ സംഭവം തന്നെയാണ് കേട്ടോ, സംഭവം തന്നെയാണ്. ഏറ്റുമുട്ടുന്ന കേരളത്തിലെ രണ്ട് പ്രമുഖ ടീമുകൾ ഉഷ FC തൃശൂർ, മണവാട്ടി ഗോൾഡ് മൻസൂർ സ്പോൺസർ ചെയ്യുന്ന ഉഷ FC തൃശൂർ, ആഫ്രിക്കൻ താരങ്ങളുമായി എത്തുന്ന ഉഷ FC തൃശൂർ. മിഥുലാജിക്കായെ കുറിച്ച് ചോദിച്ചാൽ കോഴിക്കോട്ടുകാർക്ക് 100 നാവാണ്. ഫുട്ബോൾ എവിടെയുണ്ടോ അവിടെ മിഥുലാജ് കാണും എന്നാണ് കോഴിക്കോട്ടുകാർ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ഫുട്ബോൾ മത്സരങ്ങൾ കലാവിലാസിനി ക്ലബിന്റെ നേതൃത്വത്തിൽ നമ്മുടെ കോഴിക്കോട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫുട്ബോൾ മത്സരം ഇവിടെ തിരിച്ചു വരാൻ കാരണവും നമ്മുടെ മിഥുലാജ് തന്നെയാണ്. അപ്പോൾ എന്റെ കൂടെ നിൽക്കുന്ന ഈ ഒരു മനുഷ്യന്റെ പേരാണ് മിഥുലാജ് കേട്ടോ. 17 വയസ്സ് മുതൽ 16 വയസ്സ് 15 വയസ്സ് മുതൽ 56 വയസ്സായി. ഏതാണ്ട് 30 വർഷം കൊണ്ട് ഫുട്ബോളിനെ സ്നേഹിച്ച്, ഫുട്ബോൾ ജീവനെല്ലാം സ്നേഹിച്ച് ഫുട്ബോൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ. ഇത്ര ചുറുചുറുക്കോടെ ചെറുപ്പക്കാരെ പോലെ ഈ ഗ്രൗണ്ടുകളിലെല്ലാം ഓടി നടന്ന് എന്ത് കാര്യവും ചുറുചുറുക്കോടെ ചെയ്യുന്ന ഒരു മിഥുരാജിക്കായാണ് നമ്മൾക്ക് ഈ ഒരു ഗ്രൗണ്ടിൽ വന്നാൽ കാണാൻ കഴിയുന്നത്. കാര്യം അത്രത്തോളം ആത്മാർത്ഥത്തോടെയും അല്ലെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒരു ഹരത്തോടെയുമാണ് ഇന്നും ആ ഒരു ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു കളിയെ അദ്ദേഹം സ്നേഹിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വാസ്തവം. ഇതിനകത്ത് എല്ലാവരും സപ്പോർട്ടാണോ? സപ്പോർട്ട് ബിജു പേരോളിലെ, മറ്റേ ഉദയകുമാർ, മറ്റേ ഇപ്പം പ്രസന്നനും അവരുടെ കുറേ ഇപ്പോൾ ഇവിടെയുള്ള കുറേ ചെറുപ്പക്കാരൊക്കെ എല്ലാവരും സപ്പോർട്ടുണ്ട്. ഞങ്ങളിത് ഒരു ഒന്നുമല്ലാത്ത രീതിയിൽ കിടന്ന് വളരെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റൊക്കെ തള്ളിക്കൊണ്ടിരുന്ന ഒരു ഈ ഇത്രയും പ്രദേശവാസികളുടെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇതെടുത്ത് ഒരുപാട് പ്രയത്നിച്ച്, അങ്ങനെ സ്കിന്നിന് അലർജി വരെ ഉണ്ടായി. ആ വേസ്റ്റെല്ലാം കുഴിച്ച് മൂടി. ഇതൊരു ഗ്രൗണ്ടൊന്നും അല്ലായിരുന്നു. അത് ഗ്രൗണ്ടിൻ്റെ പ്രിപ്പയർ ചെയ്ത് ഇത്രയും ഗ്രൗണ്ട് ആക്കി എടുത്തത് മോർ എക്സ്പെൻസീവ്, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു ഇവിടെ ഒരു ഫുട്ബോൾ. കോഴിക്കോട്ടുകാർക്കൊരു വലിയ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അതിലില്ലാത്തൊരു ആവേശമാണ് കോഴിക്കോട്. ഞാൻ ഇന്നും ഇതിനെ നമ്മൾ സ്നേഹിക്കുന്നു. മിഥുലാജിക്ക് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ സത്യമുള്ളൊരു കളിയാണ്. എനിക്കൊരുപാട് ഇഷ്ടമാണ് ഫുട്ബോൾ. ഞാൻ മരിക്കുന്ന കാലത്തോളം, ജീവനുള്ള കാലത്തോളം ഫുട്ബോൾ കളിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് നമ്മുടെ മിഥുലാജിക്ക പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ കലാവിലാസിനിയുടെ ഭാരവാഹികളെല്ലാം ഉണ്ട് കേട്ടോ. നൗഷാദ്, നമ്മുടെ കലാവിലാസിനി എന്നുള്ള ഒരു ക്ലബ്ബ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇത് 1954 ഈ ക്ലബിന്റെ തുടക്കം എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള ചരിത്രങ്ങൾ. 70 വർഷത്തോളം പിന്നിടുകയാണ്. 72 വർഷം. ഇപ്പോൾ 54 തുടങ്ങിയത് ഇപ്പോൾ 24 ആയിരിക്കുകയാണ്, 2024. 70 വർഷം കഴിഞ്ഞിട്ടുണ്ട്. മിഥുലാജിക്കായെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മിഥുലാജ് എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ഭ്രാന്തനാണ്. എന്താണ് നൗഷാദ് പറയാനുള്ളത്? മിഥുലാജ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഒരു പ്രയത്നം കൊണ്ടാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനകത്ത് ഞങ്ങൾ ഭാഗവാക്കായെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു പ്രയത്നം കൊണ്ടാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത്. സാമ്പത്തികപരമായിട്ടും ഒരുപാട് പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ക്ലബ് ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. പലരും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, പലരും അത് ചെയ്യാൻ സന്മനസ്സുള്ളവരുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അറിയാമല്ലോ, സാമ്പത്തികപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എല്ലാ മേഖലയിലും. ചെറുപ്പം മുതൽ തന്നെ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിന് വേണ്ടി തന്നെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണല്ലേ? ജീവിതം ഇതിനു വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചതാണ്. കാൽപന്ത് കളി എന്ന ഈ ഒരു കായിക മേളയ്ക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചതാണ്. എല്ലാവരെയും തലയിലോട്ട് അടിച്ചേൽപ്പിച്ച് ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഹരമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ കേട്ടില്ലേ, നമ്മുടെ മിഥുലാജിക്കായെ കുറിച്ച് പറയുമ്പോൾ എല്ലാ ആൾക്കാർക്കും 100 നാവാണ്. കാര്യം ഇവിടെ ഒരു ഫുട്ബോൾ മാമാങ്കം അല്ലെന്നുണ്ടെങ്കിൽ ഫുട്ബോളിനെ ഇത്രയേറെ സ്നേഹിച്ച ഒരു മനുഷ്യനാണ്. നമ്മുടെ കരുനാഗപ്പള്ളി സംബന്ധിച്ച് ശരിക്കും പറഞ്ഞത് ശരിയാണ്, ഇത്രയും ഫുട്ബോളിനെ സ്നേഹിച്ച ഒരു മനുഷ്യൻ വേറെ കാണത്തില്ല കേട്ടോ.
കരുനാഗപ്പള്ളി കോഴിക്കോടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു ഫുട്ബോൾ മാമാങ്കം നമ്മുടെ കോഴിക്കോട് അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കാൻ മിഥിലാജൊക്കെ മുന്നിലുള്ളപ്പോൾ പിന്നെ എന്തിനു പേടിക്കണം അല്ലേ? കാര്യം അത്രത്തോളം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഫുട്ബോളിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു മനുഷ്യൻ തന്നെയാണ് നമ്മുടെ മിഥിലാജ്. നമ്മുടെ കൂടെ ശാസ്താംകോട്ട സബ് ഇൻസ്പെക്ടർ അർഷാദ് കൂടെ ഉണ്ട് കേട്ടോ. അർഷാദ് ഖാൻ നമ്മുടെ മിഥിലാജിക്കായൊക്കെ ചെറുപ്പം മുതലേ കൂട്ടുകാരാണ്. നമ്മുടെ മിഥിലാജിക്കായെ കുറിച്ച് എന്താണ് അർഷാദ് പറയാനുള്ളത്? മിഥിലാജിനെ ഒരു 10-28 വർഷമായിട്ട് അറിയാം. പുള്ളിയുടെ സഹോദരിയുടെ കല്യാണം കഴിച്ച 30 വർഷം മുമ്പ് കൊണ്ടുവന്ന ആ കാലം മുതൽ ഇവിടെ ഞങ്ങളെ ഫിഷറി ടെക്നിക് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കളിക്കുന്ന സമയം മുതൽ പുള്ളിയുടെ വരാറുണ്ട്. ഞങ്ങളുടെ ജന്മം കൊണ്ട് അഷ്ടമുടിക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് പുള്ളി കരുനാഗപ്പള്ളി കോഴിക്കോടുകാരനാണ്. ഈ എനിക്ക് തോന്നുന്നു കോഴിക്കോട് നമ്മുടെ കരുനാഗപ്പള്ളി ഫുട്ബോളിനെ ഇത്രയേറെ സ്നേഹിച്ച ഒരു വേറൊരു മനുഷ്യൻ ആരെങ്കിലും കാണുമോ? വളരെ ആത്മാർത്ഥതയോടാണ് ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. ആണല്ലേ? ചെറുപ്പം മുതലേ ഫുട്ബോളിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച് നടക്കുന്ന മനുഷ്യനാണല്ലേ? അതെ, ജീവൻ തന്നെ കളഞ്ഞിട്ടുണ്ടല്ലേ? ഗൾഫിൽ 3 വട്ടം പോയിട്ടും തിരിച്ചു വന്ന് ഫുട്ബോൾ എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന ആളാണല്ലേ? നമ്മുടെ മിഥിലാജിക്കായെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഈ മിഥിലാജ് എന്ന മനുഷ്യനെ കുറിച്ച് കായിക മേഖലയിൽ ഉയർന്നു വരുന്ന പുതിയ പ്രതിഭകളെ കണ്ടെത്താനും അവർക്ക് വേണ്ടിയുള്ള നമ്മളെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇതുപോലുള്ള ടൂർണമെന്റുകളാണ്. ഇത് നടത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് നമ്മുടെ മിഥിലാജിക്കാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടുകാരനല്ലാത്ത നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തുള്ള ഒരു അഷ്ടമുടിക്കാരനായ മിഥിലാജിക്ക് വേണമായിരുന്നു ഇതൊരു ടൂർണമെന്റ് നടത്താനെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹവും എല്ലാം വളരെ വലുതാണ്. ഫുട്ബോളിന്റെ ആവേശം ഗാലറിയിൽ മുഴങ്ങുമ്പോൾ കരുനാഗപ്പള്ളി കോഴിക്കോട്ടുകാർക്ക് ആദ്യം വരുന്ന മുഖം അതാണ് മിഥിലാജ്. ഇന്നും നിലയ്ക്കാത്ത ആവേശവുമായി മിഥിലാജിന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഫുട്ബോളിനെ സ്നേഹിച്ച് ഫുട്ബോളിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഞങ്ങളുടെ കരുനാഗപ്പള്ളിക്കാരുടെ സ്വന്തം മിഥിലാജ്.